Very good morning to one and all and warm welcome to our 11th online class. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഇൻസൈഡർ ട്രേഡിങ്ങിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ. അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ് അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തപ്പോൾ, അതായത് ഇൻസൈഡർ ട്രേഡിംഗ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പബ്ലിക് ഡൊമൈനോ അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിലോ അല്ലാത്ത ഒരു അൺഅവെയർ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനെയാണ് അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. പക്ഷെ അത് ഇൻഡയറക്റ്റ്ലി എന്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്? ഒരു പ്രൈസിനെ, ഒരു ഷെയറിൻ്റെ പ്രൈസിനെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഈ അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്? നമുക്കറിയാം, പ്രിവെൻറ്റ് ചെയ്യണം, അത് മോണിറ്റർ ചെയ്യണം. അത് മോണിറ്റർ ചെയ്തില്ലെങ്കിൽ അത് ഹാംഫുള്ളായിട്ട് ഇൻവെസ്റ്റേഴ്സിനെ എഫക്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് പ്രിവെൻറ്റ് ചെയ്യണം. അപ്പോൾ അതോടുകൂടി നമുക്ക് എന്ത് അറിഞ്ഞിരിക്കണം, എന്താണ് ഈ അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, അതിലേക്കുള്ള ആക്സസ് വഴി എന്താണ് അത് മോശമായിട്ട് ഇൻവെസ്റ്റേഴ്സിനെ ബാധിക്കുന്നത് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇന്നത്തെ സെഷനിൽ സ്റ്റഡി ചെയ്യാം. It means such information which is not in the public domain or the market is not aware about it. എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയണമെന്ന് നിർബന്ധമില്ല. പക്ഷേ എന്തായിരിക്കില്ല, അത് പബ്ലിക് ഡൊമൈനോ അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റോ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ബട്ട് സച്ച് ഇൻഫർമേഷൻ ഹാസ് എ മെറ്റീരിയൽ ഇഫക്റ്റ് ഓൺ ദ പ്രൈസ് ഓഫ് ദ ഷെയർസ്. ഷെയറിൻ്റെ വിലയെ അത് ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ദ വാല്യൂ ഓഫ് ദ സെക്യൂരിറ്റീസ് ഓഫ് ദ കമ്പനി, ഒരു കമ്പനിയുടെ സെക്യൂരിറ്റീസിൻ്റെ വിലയെയും ഈ അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ബാധിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഫോർ ഇൻസ്റ്റൻസ്, ദ വാല്യൂ ഓഫ് ദ ഷെയർസ് ഓഫ് ദ കമ്പനി മേ അണ്ടർഗോ ചേഞ്ച് ആഫ്റ്റർ ദ അക്വിസിഷൻ ഓർ മെർജർ ഓഫ് ദ കമ്പനി. ഒരു കമ്പനിയിൽ എക്വിസിഷൻ്റെ ശേഷമോ അല്ലെങ്കിൽ മെർജറിൻ്റെ ശേഷമോ, എന്താണ് എക്വിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റെടുക്കൽ, മെർജർ എന്ന് പറഞ്ഞാൽ സംയോജിപ്പിക്കുക അല്ലെങ്കിൽ ലയനം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വരുമ്പോൾ ഷെയറിൻ്റെ വില എന്താണ് സംഭവിക്കുന്നത്? അണ്ടർഗോ, താന്നു പോകാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. The scope of such information is very wide, as there are many minute details in the course of the administration of the company which has a direct or indirect impact on the price of the shares. ഈ അമാൽഗമേഷൻ അല്ലെങ്കിൽ എക്വിസിഷൻ അല്ലെങ്കിൽ മെർജർ എന്ന് പറയുന്നൊരു പ്രൊസീജിയർ നടന്നിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ഷെയറിൻ്റെ വില താഴെ പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ആ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? വൈഡായിട്ടുള്ളൊരു ഇൻഫർമേഷനാണ്. അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ വിലയെ വളരെയധികം ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. എന്താണ് കാരണം? അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഇമ്പാക്റ്റ്, നമ്മളുടെ പ്രൈസിൻ്റെ ഇമ്പാക്റ്റിൽ സംഭവിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എക്വിസിഷൻ, മെർജർ അല്ലെങ്കിൽ അമാൽഗമേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്തിരിക്കണം? ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ എന്തിനെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്? ഷെയറിൻ്റെ പ്രൈസിനെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. ദ റേഞ്ച് ഓഫ് സച്ച് ഇൻഫർമേഷൻ ഈസ് മെൻഷൻഡ് ഇൻ ബ്രീഫ് ബിലോ. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്, അതായത് ഈ പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറയുന്നതിൻ്റെ റേഞ്ച് ഓരോ ലെവലിലും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് എത്രത്തോളം അതിന് വെയിറ്റേജ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഒരു വിഷയം തന്നെയാണ്. എ സിഗ്നിഫിക്കൻറ്റ് ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓർ എ പ്രപ്പോസ്ഡ് ചേഞ്ച് ഇൻ ദ നേച്ചർ ഓഫ് ദ കമ്പനീസ് ബിസിനസ്. അതായത് ഈ മെറ്റീരിയൽ ഇൻഫർമേഷൻ എ സിഗ്നിഫിക്കൻറ്റ് ബിസിനസ് ഡെവലപ്മെൻറ്റ്, ഒരു ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റിനെയും അതുപോലെ തന്നെ അതിൻ്റെ നേച്ചറിൻ്റെ മുമ്പ് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്ന ഒരു നേച്ചർ എന്ന് പറയുന്നത് മാറ്റം വരാനും ഒരു കമ്പനിയുടെ ബിസിനസ്സിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ സിഗ്നിഫിക്കൻസും അതുപോലെ തന്നെ അതിൻ്റെ നേച്ചർ എന്ന് പറയുന്നതും മാറ്റം വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഡീറ്റെയിൽസ് ഓഫ് മെറ്റീരിയൽ കോൺട്രാക്ട്സ് ദാറ്റ് ആർ ബീയിങ് നെഗോഷിയേറ്റഡ് ബൈ ദ കമ്പനി. നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബിസിനസ് എന്ന് പറയുന്നത് ഏത് കോൺട്രാക്റ്റും ആയിക്കോട്ടെ അതെങ്ങനെയായിരിക്കണം? നെഗോഷിയേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കണം. അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ നമ്മളിവിടെ എന്തായിട്ട് പറയാം? പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ആയിട്ട് പറയാം. പൊട്ടൻഷ്യൽ ലിറ്റിഗേഷൻ ദാറ്റ് വുഡ് ഹാവ് എ സബ്സ്റ്റൻഷ്യൽ ഇഫക്റ്റ് ഓൺ ദ കമ്പനി. അതുപോലെ തന്നെ ഒരു കമ്പനിയുടെ ഇഫക്റ്റ്,
അതിൻ്റെ സബ്സ്റ്റാൻഷ്യൽ ഇഫക്റ്റ്, അതായത് ഒരു മേജറായിട്ടുള്ള ഒരു ഗണ്യമായിട്ടുള്ള ഒരു എഫക്റ്റിനെ ബാധിക്കുന്ന ഒരു ഫാക്ടറാണെങ്കിൽ, അത് പൊട്ടൻഷ്യൽ ലിറ്റിഗേഷൻ ആണെങ്കിൽ അതെന്ത് ചെയ്തിരിക്കണം, അതിനെ നമുക്ക് സെൻസിറ്റീവ് ഇൻഫോർമേഷനായിട്ട് പറയാവുന്നതാണ്. പ്രപ്പോസ്ഡ് ചേഞ്ച് ഇൻ ദ ഷെയർ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദ കമ്പനി, ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിൻ്റെ സ്ട്രക്ചറിന് മാറ്റം വരുന്ന തരത്തിലുള്ള ഇൻഫോർമേഷൻസ്. എ പ്രപ്പോസ്ഡ് ചേഞ്ച് ഇൻ ദ കമ്പനീസ് ഡിവിഡൻഡ് പോളിസി, കമ്പനിയുടെ ഡിവിഡൻഡ് പോളിസിനെ ബാധിക്കുന്ന ഇൻഫോർമേഷൻസ്. എ മേജർ ചേഞ്ച് ടു ദ ബോർഡ് ഓർ സീനിയർ മാനേജ്മെൻറ്റ്, ബോർഡ് ഓഫ് ദ ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ സീനിയർ മാനേജ്മെൻറ്റിലോ മാറ്റമുള്ളത്. ഇത്രയും ഫാക്ടേഴ്സാണ് നമ്മളുടെ പ്രൈസ് സെൻസിറ്റീവ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള റേഞ്ചുകളിൽ നിൽക്കുന്നത്. അപ്പോൾ 6 തരത്തിലുള്ള റേഞ്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന്, ഒരു കമ്പനിയുടെ ബിസിനസ്സിൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ നേച്ചറിൽ വരുന്ന മാറ്റം. രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കോൺട്രാക്റ്റിൽ വരുന്ന മെറ്റീരിയൽ ഫാക്ടേഴ്സ് എങ്ങനെ ചെയ്തിരിക്കണം, നെഗോഷിയേറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ലിറ്റിഗേഷൻ, എന്തിനെക്കുറിച്ചിട്ടുള്ള പൊട്ടൻഷ്യൽ ലിറ്റിഗേഷനാണ്? സബ്സ്റ്റാൻഷ്യൽ ഇഫക്റ്റ് ഓഫ് ദ കമ്പനി. നെക്സ്റ്റ് വൺ, നമ്മളുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ മാറ്റം വരികയോ ഡിവിഡൻഡ് പോളിസിയിൽ മാറ്റം വരികയോ പ്രപ്പോസ്ഡ് ചേഞ്ച് വരുത്തുകയാണെങ്കിൽ അതിനെ നമുക്ക് സെൻസിറ്റീവ് ഇൻഫോർമേഷനായിട്ട് പറയാവുന്നതാണ്. അതുപോലെ തന്നെയാണ് 6ാമത്തെ പോയിൻ്റ്, ബോർഡ് അല്ലെങ്കിൽ സീനിയർ മാനേജ്മെൻറ്റിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫോർമേഷനായിട്ട് പറയാം. ഇതാണ് 6 തരത്തിലുള്ള റേഞ്ച് എന്ന് പറയുന്നത്. Price sensitive information means any information which relates directly or indirectly to a company and which if published is likely to materially affect the price of securities of the company. എന്തിനെയാണ് ഈ പ്രൈസ് സെൻസിറ്റീവ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്? അതൊരു കമ്പനിയോട് ഡയറക്റ്റായിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ടോ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഇൻഫോർമേഷനാണ്. അതോടൊപ്പം തന്നെ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ സെക്യൂരിറ്റീസിൻ്റെ പ്രൈസിനെ ബാധിക്കുക, ഇഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉള്ള ഇൻഫോർമേഷൻസിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? പ്രൈസ് സെൻസിറ്റീവ് ഇൻഫോർമേഷനായിട്ട് പറയുന്നത്. അതൊന്ന് ബ്രാക്കറ്റിൽ ഇട്ട് വയ്ക്കുക. എന്താണ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫോർമേഷൻ? അതായത് ഒരു കമ്പനിയുടെ ബിസിനസ്സിനെ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ എഫക്റ്റ് ചെയ്യുന്ന ഇൻഫോർമേഷൻ ആയിരിക്കാം. അതോടൊപ്പം തന്നെ അത് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ആ ഷെയറിൻ്റെ പ്രൈസിന്, സെക്യൂരിറ്റീസിൻ്റെ പ്രൈസിന് അത് മെറ്റീരിയലായിട്ട് തന്നെ എഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉള്ള ഇൻഫോർമേഷനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? പ്രൈസ് സെൻസിറ്റീവ് ഇൻഫോർമേഷനായിട്ട് പറയുന്നത്. ദ ഫോളോയിങ് ഇൻഫോർമേഷൻ വുഡ് ബി കൺസിഡേർഡ് ആസ് ദ പ്രൈസ് സെൻസിറ്റീവ് ഇൻഫോർമേഷൻ വിത്തിൻ ദ പെർവ്യൂ ഓഫ് ദ സെബി റെഗുലേഷൻ. സെബിയുടെ റെഗുലേഷനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏതൊക്കെ ഇൻഫോർമേഷനെയാണ് നമുക്ക് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫോർമേഷനായിട്ട് പറയാനായിട്ട് സാധിക്കുക? Periodical financial result of the company, intended declaration of dividends, both interim and final dividend, issue of securities or buyback of securities, any major expansion plans or execution of new projects, amalgamation, mergers or takeovers, disposal of the all or substantial part of the undertaking, significant changes in policies, plans or operation of the company. ഇത്രയും ഇൻഫോർമേഷനെയാണ് സെബിയുടെ റെഗുലേഷൻ പ്രകാരം പ്രൈസ് സെൻസിറ്റീവ് ഇൻഫോർമേഷൻ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത് ഏതൊക്കെയാണ്? പീരിയോഡിക്കലായിട്ടുള്ള ഫിനാൻഷ്യൽ റിസൾട്ട്സ്, ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കാണുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. രണ്ടാമത് ഇൻ്ററിം ഓർ ഫൈനൽ ഡിവിഡൻറ്റിൻ്റെ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. തേർഡ് വൺ പറയുന്നത് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുകയോ അല്ലെങ്കിൽ ബൈബാക്ക് ചെയ്യുകയോ ചെയ്യുന്ന മെറ്റീരിയൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ്. എക്സ്പാൻഷൻ പ്ലാൻസ് ആൻഡ് എക്സിക്യൂഷൻ ഓഫ് ന്യൂ പ്രൊജക്ട്സ്. പ്രൊജക്ട്സ് എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്യുകയോ, അതായത് ഓൾറെഡി ഉള്ള പ്രൊജക്റ്റിനെ എക്സ്പാൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ന്യൂ പ്രൊജക്റ്റിനെ എക്സിക്യൂട്ടീവ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ മെറ്റീരിയൽ ഇൻഫോർമേഷനായിട്ട് പറയാം. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമാൽഗമേഷൻ, മെർജർ, ടേക്ക് ഓവർ. അമാൽഗമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സംയോജിപ്പിക്കുക. മെർജർ എന്ന് പറഞ്ഞാൽ ലയിക്കുക, വേറൊന്നിലേക്ക് ലയിക്കുക. ടേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ വേറൊന്നിനെ നമ്മൾ ഏറ്റെടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളിലും സെബിയുടെ റെഗുലേഷൻ നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് വൺ, ഡിസ്പോസൽ ഓഫ് ദ ഓൾ ഓർ സബ്സ്റ്റൻഷ്യൽ പാർട്ട് ഓഫ് ദ അണ്ടർടേക്കിംഗ്. ഒരു അണ്ടർടേക്കിങ്ങിൻ്റെ ഭാഗികമായിട്ടോ അല്ലെങ്കിൽ മുഴുവനായിട്ടോ ഡിസ്പോസ് ചെയ്തു പോവുക. പിന്നെ പറയുന്നത് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച്, എന്തിലൊക്കെ? പോളിസീസ്, പ്ലാൻ, ഓപ്പറേഷൻ. ഒരു കമ്പനിയുടെ പോളിസീസോ പ്ലാനോ ഓപ്പറേഷനിലോ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇത്രയും ഇൻഫോർമേഷൻസിനെ നമ്മൾ എന്തായിട്ട് പറയുന്നു? പ്രൈസ് സെൻസിറ്റീവ് ഇൻഫോർമേഷനായിട്ട്. ഏതിൻ്റെ അണ്ടറിലാണ് പറയുന്നത്? സെബിയുടെ റെഗുലേഷൻ പ്രകാരമാണ് ഇത്രയും ഇൻഫോർമേഷനെ പ്രൈസ് സെൻസിറ്റീവ് ഇൻഫോർമേഷനായിട്ട് പറയുന്നത്.
അപ്പോൾ എന്താണ് അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫോർമേഷൻ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായില്ലേ? നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റെഗുലേഷൻ 2015, ദാറ്റ് ഈസ് ദ പ്രൊഹിബിഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ് റെഗുലേഷൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നതിൽ ലീഗൽ കണ്ടക്റ്റും ഇല്ലീഗൽ കണ്ടക്റ്റ് ഉണ്ട്. ഒരു മാൽ പ്രാക്ടീസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മിസ്അപ്രോപ്രിയേഷന് വേണ്ടിയിട്ട് അതിലുള്ള ഇൻസൈഡേഴ്സ് എന്ന് പറയുന്ന ഡയറക്ടേഴ്സോ എംപ്ലോയീസോ അല്ലെങ്കിൽ ആ ഇൻസൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിയോട് വളരെയധികം ക്ലോസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ അവരുടെ സർവീസ് പ്രൊവൈഡേഴ്സ്, അത് ചിലപ്പോൾ പ്രിൻറ്റിംഗ് പ്രസ്സുകാരായിരിക്കാം, അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് അഡ്വർടൈസ്മെൻറ്റ് ഏജൻസീസ് ആയിരിക്കും, ഏതെങ്കിലും ഒരു മീഡിയാസ് ആയിരിക്കും, അതും അല്ലെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയീസ് ആയിരിക്കാം. അവരെല്ലാം ഇത് മിസ്യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്? സെബിയുടെ ഗൈഡ് ലൈൻസ് വെച്ചുകൊണ്ട് സെബിയുടെ ഒരു പ്രവർത്തനത്തിൻ്റെ മോണിറ്ററിങ്ങിൻ്റെ അണ്ടറിൽ വന്നുകൊണ്ട് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് പ്രൊഹിബിറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊട്ടക്റ്റിംഗ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്ന സ്പെക്കുലേഷൻ ബിസിനസ് വഴി ക്യാപിറ്റൽ മാർക്കറ്റിൽ താഴേക്ക് പോകാൻ, ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് താഴേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് മോണിറ്റർ ചെയ്യണമെന്നും അതുപോലെ തന്നെ അത് റെസ്ട്രിക്റ്റ് ചെയ്യണമെന്നും പ്രിവെൻറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് അക്കോർഡിംഗ് ടു ദ ട്രേഡിംഗ് റെഗുലേഷൻ 2015 പ്രകാരം പ്രൊഹിബിഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. Securities and Exchange Board of India, that is the SEBI, through its Gazette notification dated January 15, 2015, issued the SEBI Prohibition of Insider Trading Regulation 2015 to put in place a framework for prohibition of insider trading in securities and to strengthen the legal framework thereof. These regulations replace the SEBI Prohibition of Insider Trading Regulations. അപ്പോൾ നമുക്കറിയാം ഈ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതും അത് മോണിറ്റർ ചെയ്യുന്നതും ആരാണ്? സെബിയുടെ റെഗുലേഷനാണ്. അതുകൊണ്ട് തന്നെ സെബി എന്ന് പറയുന്നത് ഒരു ഗസറ്റിലെ നോട്ടിഫിക്കേഷൻ പ്രകാരം ജനുവരി 15, 2015 ഒരു പുതിയ നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നോട്ടിഫിക്കേഷൻ്റെ പേരാണ് പ്രൊഹിബിഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അത് റെഗുലേഷൻസ് 2015 പ്രകാരമാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഈ നോട്ടിഫിക്കേഷൻ മൂലം എന്താണ് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? പ്രൊഹിബിഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ്. ഒരു ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നുകൊണ്ട് പ്രൊഹിബിറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ സ്ട്രെങ്തൻ ദ ലീഗൽ ഫ്രെയിം വർക്ക് thereof. ലീഗൽ ഫ്രെയിം വർക്ക്, ആ മോണിറ്ററിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യാനായിട്ടുള്ള ഒരു ലീഗൽ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ട്രേഡിംഗ് റെഗുലേഷൻ 2015 എന്ന് പറയുന്നത് സെബി ഗസറ്റിലെ നോട്ടിഫിക്കേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. These regulations replace the SEBI Prohibition of Insider Trading Regulation. Regulation 9 of the regulations requires the board of directors of every listed company and market intermediary to formulate a code of conduct to regulate, monitor and report trading by its employees and other connected persons towards achieving the compliance with the regulations, adopting minimum standards as set out in Schedule B of the regulations without diluting the provisions of the regulations in any manner. അപ്പോൾ ഈ പ്രൊഹിബിഷന് വേണ്ടിയിട്ട് സെബി എന്താണ് ചെയ്തിട്ടുള്ളത്? റെഗുലേഷൻ 9 പ്രകാരം റെഗുലേഷൻസ് 2015 ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻസ് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് എല്ലാ ലിസ്റ്റഡ് കമ്പനീസിൻ്റെയും അതുപോലെ തന്നെ മാർക്കറ്റ് ഇൻ്റർമീഡിയറീസും എന്ത് ഫോളോ ചെയ്തിരിക്കണം? കോഡ് ഓഫ് കണ്ടക്റ്റ് എന്ന് പറയുന്നത് ഫോളോ ചെയ്തിരിക്കണം. എന്തിലുള്ള കോഡ് ഓഫ് കണ്ടക്റ്റ് ആണ്? റെഗുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ മോണിറ്റർ ചെയ്യാനും ഈ ട്രേഡിംഗ് മാറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലും ആണ് ഈ കോഡ് ഓഫ് കണ്ടക്റ്റ് എന്ന് പറയുന്നത് ഫോളോ ചെയ്യേണ്ടത്. അത് അതിൻ്റെ എംപ്ലോയീസ് ആയിരിക്കാം അല്ലെങ്കിൽ കണക്റ്റഡ് പേഴ്സൺസ് ആയിട്ടുള്ള ഇൻസൈഡേഴ്സ് എന്ത് ചെയ്തിരിക്കണം? ഈ പറയുന്ന റെഗുലേഷൻസ് 2015 പറയുന്ന എല്ലാ പ്രൊവിഷൻസും അതായത് റെഗുലേഷൻസും അതുപോലെ തന്നെ മിനിമം സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഷെഡ്യൂൾ ബി പ്രകാരം സെറ്റ് ചെയ്യുകയും അത് കംപ്ലൈ ചെയ്യുകയും വേണം. അതുപോലെ തന്നെ മുമ്പുണ്ടായിരുന്ന റെഗുലേഷൻസ് എന്ന് പറയുന്നത് ഡൈല്യൂട്ട് ചെയ്തുകൊണ്ട് റെഗുലേഷൻസ് 2015 എന്ന് പറയുന്നത് കംപ്ലൈ ചെയ്യുകയും വേണം. അപ്പോൾ ഓരോ കോർപ്പറേറ്റ് ഗവേണൻസും എന്ത് ചെയ്തിരിക്കണം? ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് പ്രൊഹിബിറ്റ് ചെയ്യാനായിട്ട് സെബി പറയുന്ന റെഗുലേഷൻസ് 2015 പ്രകാരമുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ പ്രൊവിഷൻസ് എന്ന് പറയുന്നത്
കംപ്ലൈ ചെയ്തിരിക്കണം. ഇനി സെക്ഷൻ 195 of the Companies Act 2013 provided that no person including any director or key managerial person of a company shall enter into insider trading. ഇനി കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 195 പ്രകാരം ഈ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നതിന് കൊടുത്തിട്ടുള്ള പ്രൊവിഷൻ എന്താണ്? എനി ഡയറക്ടർ, നോ പേഴ്സൺ ഇൻക്ലൂഡിങ് എനി ഡയറക്ടർ, ഡയറക്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സണിനോ എന്ത് ചെയ്യാനായിട്ട് പാടില്ല? ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നതിൽ എൻ്റർ ചെയ്യാനായിട്ട് പാടില്ല. കറക്റ്റായിട്ടാണ് ആ പ്രൊവിഷൻ പറയുന്നത്. നോ പേഴ്സൺ ഇൻക്ലൂഡിങ് എനി ഡയറക്ടർ ഓർ കീ മാനേജർ പേഴ്സൺ ഓഫ് എ കമ്പനി ഷാൽ എൻ്റർ ഇൻ ടു ഇൻസൈഡർ ട്രേഡിംഗ്. ആർക്കും എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല? ഇൻസൈഡർ ട്രേഡിങ്ങിലേക്ക് ഇൻക്ലൂഡിങ് ആര് ഡയറക്ടർക്കായാലും മാനേജറൽ പേഴ്സണലായാലും ഇൻസൈഡർ ട്രേഡിംഗ് എൻ്റർ ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ. ഇനി ദ റെഗുലേഷൻസ് 2015 ആണ് ഈ പ്രൊഹിബിഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നതിന് എൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ആ റെഗുലേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. റെഗുലേഷൻ ഡിഫൈൻസ് എൻ ഇൻസൈഡർ ആസ് എ കണക്റ്റഡ് പേഴ്സൺ ഓർ ഇൻ പൊസഷൻ ഓഫ് ഓർ ഹാവിംഗ് ആക്സസ് ടു അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ. ഈ ഇൻസൈഡർ എന്ന് പറഞ്ഞാൽ ആരാണ് എന്നുള്ളതാണ് റെഗുലേഷൻ 2015 എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു കണക്റ്റഡ് പേഴ്സൺ ആയിരിക്കാം, അതുമല്ലെങ്കിൽ ഈ അൺപബ്ലിഷ്ഡ് സെൻസിറ്റീവ് ഇൻഫോർമേഷൻ പൊസസ് ചെയ്യാനോ അല്ലെങ്കിൽ ആക്സസ് ചെയ്യാനോ കഴിവുള്ള ഒരാളെയാണ് ഇവിടെ റെഗുലേഷൻസ് 2015 പ്രകാരം ആരായിട്ട് പറയുന്നത്? ഒരു ഇൻസൈഡറായിട്ട് പറയുന്നത്. ഇനി ട്രേഡിംഗ് എന്ന് പറയുന്ന വേർഡ് കൊണ്ട് റെഗുലേഷൻ 2015 എന്താണ് മീൻ ചെയ്യുന്നത്? ഇറ്റ് മീൻസ് ആൻഡ് ഇൻക്ലൂഡ് സബ്സ്ക്രൈബിംഗ്, ബൈയിങ്, സെല്ലിംഗ്, ഡീലിംഗ് ഓർ അഗ്രീയിങ് ടു സബ്സ്ക്രൈബ്, ബൈ, sell, deal in any securities and trade shall be construed accordingly. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സെയിം ഡെഫിനിഷൻ തന്നെയാണ് റെഗുലേഷൻ 2015 പറയുന്നത്. ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാവാം? സബ്സ്ക്രൈബിംഗ് ആവാം, അല്ലെങ്കിൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആവാം, അതും അല്ലെങ്കിൽ ഡീലിംഗ് ഓർ അഗ്രീയിങ് ടു സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ഡീലിങ്സിലോ ഒരു അഗ്രീയിങ്ങിലോ എൻ്റർ ചെയ്യുകയോ, അല്ലെങ്കിൽ ബൈ, സെൽ, ഡീൽ. സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് വാങ്ങുക, വിൽക്കുക, അല്ലെങ്കിൽ ഡീൽ ചെയ്യുക. അങ്ങനെയാണെങ്കിലും അതുപോലെ തന്നെ ട്രേഡ് ഷാൽ ബി കൺസ്ട്രൂഡ് അക്കോർഡിംഗ്ലി. അതിൻ്റെ ഒരു പ്രൊവിഷൻസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു ട്രേഡ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് റെഗുലേഷൻസ് 2015 പ്രകാരം ട്രേഡിംഗ് എന്ന് പറയുന്ന വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ കേസിൽ റെഗുലേഷൻസ് 2015 പ്രകാരം എന്താണ് ഇൻസൈഡർ എന്നും രണ്ടാമത്തെ കേസിൽ എന്താണ് ട്രേഡിംഗ് എന്നും നമ്മൾ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇത് തന്നെയാണ് ഇന്നലത്തെ സെഷനിലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. Unpublished price sensitive information as any information relating to a company or its securities directly or indirectly that is not generally available, which upon becoming generally available is likely to materially affect the price of the securities and shall ordinarily include but not restricted to information relating to the following: financial result, dividend, change in capital structure, mergers, demergers, acquisition, delisting, disposal and expansion of business and such other transaction, changes in key managerial personnel and material events in accordance with the listing agreement. അപ്പോൾ ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള ഫാക്ടറിന്, ക്യാപിറ്റൽ സ്ട്രക്ചറിന് മാറ്റം വരുത്തത്തക്ക വിധത്തിലുള്ള ഒരു മെറ്റീരിയൽ ഫാക്ടർ എന്ന് പറയുന്നത് അൺപബ്ലിഷ്ഡ് ആക്കി വയ്ക്കുക. ഒരിക്കലും അത് എന്ത് ചെയ്തിട്ടില്ല? പബ്ലിഷ് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൽ വരുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം? ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എഫക്റ്റ് ദ പ്രൈസ് ഓഫ് ദി സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റീസിൻ്റെ പ്രൈസിനെ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ബാധിക്കുന്ന ഒരു ഇൻഫർമേഷനാണ്. അതുപോലെ തന്നെ ആ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ സെക്യൂരിറ്റീസിനെ അല്ലെങ്കിൽ കമ്പനീനെ തന്നെ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഇൻഫർമേഷനും കൂടിയാണ്. അത് ഒരു സെക്യൂരിറ്റീസിൻ്റെ പ്രൈസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ഫാക്ടർ ആവുകയും അതുപോലെ തന്നെ അതിന് പ്രത്യേകമായിട്ട് നമ്മൾ ഒരു ഓർഡിനറിലി മെറ്റീരിയൽ ഇൻഫർമേഷനായിട്ട് കണക്കാക്കുകയും ചെയ്യും. ഒരു റെസ്ട്രിക്ഷനും നമ്മൾ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഇൻഫർമേഷനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? അൺപബ്ലിഷ്ഡ് പ്രൈസ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അതിലേതൊക്കെ പെടും? ഫിനാൻഷ്യൽ റിസൾട്ടുകൾ പെടും, ഡിവിഡൻഡ് പോളിസീസ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്ന മാറ്റങ്ങൾ, മെർജർ, അമാൽഗമേഷൻ, ടേക്ക് ഓവർ, എക്സ്പാൻഷൻ, ഡിസ്പോസൽ എന്ന് പറയുന്ന എല്ലാ റിലേറ്റഡ്
ആയിട്ടുള്ള ആക്ടിവിറ്റീസും വരും. അതുപോലെ തന്നെ മാനേജറിയൽ പേഴ്സണൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്, അതോടൊപ്പം തന്നെ മെറ്റീരിയൽ ഫാക്ടേഴ്സ്, ലിസ്റ്റിംഗ് ഓഫ് എഗ്രിമെൻ്റ് എന്ന് പറയുക അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നതിലുള്ള മെറ്റീരിയൽ ഈവൻസും കൂടിയും ഇത്രയും ഇൻഫോർമേഷനാണ് അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫോർമേഷനായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ആസ് പെർ ദ റെഗുലേഷൻസ് 2015. ഓക്കെ, നെക്സ്റ്റ് ടേം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് കണക്റ്റഡ് പേഴ്സൺ. നമ്മൾ നേരത്തെ ഇൻസൈഡേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ കണക്റ്റഡ് പേഴ്സൺ എന്നാണ് അതിൻ്റെ ഡെഫിനിഷനിൽ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനി പേഴ്സൺ ദാറ്റ് ഈസ് കണക്റ്റഡ് ടു ദ കമ്പനി. അപ്പോൾ ഈ കണക്റ്റഡ് ടു ദ കമ്പനി എന്ന് പറയുമ്പോൾ ആരെയാണ് കണക്റ്റഡ് പേഴ്സൺ എന്ന് പറയുന്നത്? ആസ് എനി പേഴ്സൺ ഹു ഈസ് ഓർ ഹാസ് ഡ്യൂറിങ് ദ 6 months prior to the concerned act been associated with the company directly or indirectly in any capacity including by reason of frequent communication with its officers or by being in any contractual, fiduciary or employment relationship or by being a director, officer or an employee of the company or holds any position including a professional or business relationship between himself and the company, whether temporary or permanent, that allows such a person directly or indirectly access to unpublished price sensitive information or is reasonably expected to allow such access. ഒരു വലിയ സെൻറ്റൻസ് ആണ് ഞാൻ വായിച്ചത്. അതിനെ നമുക്ക് കട്ട് ചെയ്തുകൊണ്ട് എന്തിനെയാണ് കണക്റ്റഡ് പേഴ്സൺ എന്ന് റെഗുലേഷൻസ് 2015 മീൻ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ആസ് എനി പേഴ്സൺ, ഏതൊരു പേഴ്സണെയും നമുക്ക് എന്തായിട്ട് പറയാം? കണക്റ്റഡ് പേഴ്സൺ ആയിട്ട് പറയാം. പക്ഷേ ആ പേഴ്സൺ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം? ഹു ഈസ് ഓർ ഹാസ് ഡ്യൂറിങ് ദ 6 months prior to the concerned act. ആ കൺസേൺഡ് ആക്റ്റുമായിട്ട് 6 മാസം തൊട്ട് മുമ്പുള്ള 6 മാസത്തിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. ആക്ട് ബീൻ അസോസിയേറ്റഡ് വിത്ത് ദ കമ്പനി, കമ്പനിയുമായിട്ട് എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ നടത്തുമ്പോൾ അത് ആ ഈവൻറ്റിന് തൊട്ട് മുമ്പുള്ള 6 മാസത്തിനുള്ളിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം. അതെങ്ങനെയായിരിക്കാം? ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇൻ എനി കപ്പാസിറ്റി ഇൻക്ലൂഡിങ് ബൈ റീസൺ ഓഫ് ഫ്രീക്വൻറ്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഇറ്റ്സ് ഓഫീസേഴ്സ്. ആരൊക്കെയായിട്ടാണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? ഇൻ എനി കപ്പാസിറ്റി. ഈ പേഴ്സൺ എന്ന് പറയുന്നത് ഏത് കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ടായിരിക്കാം? ചിലപ്പോൾ ഡയറക്ടർ ആയിരിക്കാം, ചിലപ്പോൾ എംപ്ലോയി ആയിരിക്കാം, ചിലപ്പോൾ മീഡിയേറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ അണ്ടർ റൈറ്റർ ആയിരിക്കാം. ഏത് കപ്പാസിറ്റിയിലായാലും ഈ ഓഫീസ് ആയിട്ടോ അല്ലെങ്കിൽ കമ്പനിയിലെ ഏതെങ്കിലും ഒരു ഒഫീഷ്യലായിട്ട് ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബൈ റീസൺ ഓഫ് ഫ്രീക്വൻറ്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഇറ്റ്സ് ഓഫീസേഴ്സായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നടക്കുകയോ അല്ലെങ്കിൽ ഓർ ബൈ ബീയിങ് ഇൻ എനി കോൺട്രാക്ച്വൽ ഒരു ഫിഡ്യൂഷറി ഓർ എംപ്ലോയ്മെൻറ്റ് റിലേഷൻഷിപ്പ്, അതല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് ബേസിസിലോ അല്ലെങ്കിൽ ഒരു ഫിഡ്യൂഷറി ഒരു വിശ്വസ്തതയുടെ പേരിലോ അതും അല്ലെങ്കിൽ ഒരു എംപ്ലോയ്മെൻറ്റിൻ്റെ പേരിലോ ഒരു റിലേഷൻഷിപ്പ് ഡയറക്ടറായിട്ടോ അല്ലെങ്കിൽ എനി ഓഫീസറായിട്ടോ അല്ലെങ്കിൽ ഒരു എംപ്ലോയി ആയിട്ടോ അതും അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ പേഴ്സണായിട്ടോ അതല്ലെങ്കിൽ ഒരു ബിസിനസ് റിലേഷൻഷിപ്പായിട്ടോ അത് കമ്പനിയായിട്ട് ഏതെങ്കിലും തരത്തിൽ ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ ഒരു കണക്ഷനുള്ള ഒരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഡിസ്കഷനിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കാം? ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിരിക്കാം. ആക്സസ് ടു അൺപബ്ലിഷ്ഡ് പ്രൈസസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഓർ ഈസ് റീസണബിളി എക്സ്പെക്റ്റഡ് ടു അലൗ സച്ച് ആക്സസ്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ വഴി ഈ അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്രൈസ് ഇൻഫോർമേഷനിലേക്ക് ആ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു അവെയർനെസ് എടുക്കുകയോ അതല്ലെങ്കിൽ അതിലേക്കൊരു ആക്സസ് ഉണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ആ പേഴ്സണെയാണ് നമ്മളിവിടെ ആരായിട്ട് പറയുന്നത്? കണക്റ്റഡ് പേഴ്സൺ ആയിട്ട് പറയുന്നത്. അപ്പോൾ സമ്മറി ആയിട്ട് ഈ കണക്റ്റഡ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കാം? ഏതെങ്കിലും തരത്തിൽ ആ ഒരു ഈവൻറ്റിന് തൊട്ട് മുമ്പുള്ള 6 മാസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ആ കമ്പനിയായിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ ആ കമ്പനിയിലെ ഏതെങ്കിലും ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസറോ ഏതെങ്കിലും ഒരു എംപ്ലോയിയോ ആയിട്ട് ബന്ധപ്പെടുന്നത് അതെങ്ങനെയൊക്കെയായിരിക്കാം? ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റലോ അല്ലെങ്കിൽ ഫിഡ്യൂഷറിയോ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റിൻ്റെ ബേസിസിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എഗ്രിമെൻറ്റിൻ്റെ ബേസിസിലോ ആണ് ഈ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുള്ളത് എന്നുണ്ടെങ്കിലും അത് ആ കമ്പനിയുടെ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഇൻഫോർമേഷനിലേക്ക്, അതായത് അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇൻഫോർമേഷനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ അദ്ദേഹം കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു ആക്സസ് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ആ പേഴ്സണെയാണ് ഇവിടെ ആരായിട്ട് പറയുന്നത്? കണക്റ്റഡ് പേഴ്സൺ എന്ന് പറയുന്നത്.
അപ്പോൾ റെഗുലേഷൻസ് 2015-ൽ 4 കാറ്റഗറി ആയിട്ടാണ് നമുക്ക് ഈ പ്രൊവിഷൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളത്. ഫസ്റ്റ് പറയുന്നത് ഹൂ ഈസ് എൻ ഇൻസൈഡർ, ആരെയാണ് ഇൻസൈഡർ എന്ന് പറയുന്നത്. സെക്കൻഡിൽ പറയുന്നത് വാട്ട് ഈസ് എ ട്രേഡിംഗ്, ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്. തേർഡ് വൺ പറയുന്നത് വാട്ട് ആർ ദ ഇൻഫോർമേഷൻസ് which are included in the unpublished price sensitive information. ഏതൊക്കെ ഇൻഫോർമേഷനെയാണ് ഈ അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫോർമേഷൻ എന്ന് ആവാനായിട്ട് സാധ്യതയുള്ള ഇൻഫോർമേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നാലാമത്തെ പോയിന്റിൽ പറയുന്നത് ഫസ്റ്റ് ഡെഫിനേഷനിൽ പറഞ്ഞിട്ടുള്ള ഇൻസൈഡർ എന്ന് പറയുന്നതിൽ ഈ കണക്റ്റഡ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ ആവാം എന്നുള്ള പ്രൊവിഷൻസ് ആണ് നമുക്ക് ഫോർത്ത് പോയിന്റിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റെഗുലേഷൻസ് 2015 എന്ത് തരുന്നുണ്ട്, ക്ലിയർ പിക്ചർ തരുന്നുണ്ട്. ആരെയാണ് ഇൻസൈഡർ, എന്താണ് ട്രേഡിംഗ്, എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ് ഈ അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫോർമേഷൻ ആയിട്ട് കണക്കാക്കുക. അതുപോലെ തന്നെ ഈ കണക്റ്റഡ് പേഴ്സൺ എന്ന് പറയുന്നത് ആരൊക്കെ ആവാം എന്നുള്ള ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ ഇപ്പോൾ എല്ലാവർക്കും കിട്ടിയില്ലേ. അപ്പോൾ ഇത്രയുമാണ് പ്രൊഹിബിഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നതിൽ റെഗുലേഷൻസ് 2015-ൽ വരുന്ന ഒരു റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു മോണിറ്ററിംഗ് റെഗുലേഷൻസ് എന്ന് പറയുന്നതോ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ. അപ്പോൾ ഇത്രയുമാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഇൻസൈഡർ ട്രേഡിംഗ് എന്താണെന്നും എങ്ങനെയൊക്കെയാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് സെബി പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതും അതോടൊപ്പം തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഈ അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് എന്താണെന്നും അതിലെ റെഗുലേഷൻസ് 2015 എന്ന് പറയുന്നത് ഈ ഇൻസൈഡർ ട്രേഡിംഗ് പ്രൊഹിബിറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ റെഗുലേഷൻസ് ആണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്റ്റുഡൻസിനും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. അത് റേറ്റിംഗ് ഏജൻസീസ്. നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസ് ആണ് നമ്മുടെ സബ്ജക്റ്റ്. അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോള് എന്തിനുണ്ട്, ഇൻസൈഡർ ട്രേഡിങ്ങിനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞതിൽ ഇൻസൈഡർ ട്രേഡിംഗ് പഠിച്ചത്. വീണ്ടും നമുക്ക് കോർപ്പറേറ്റ് ഗവേണൻസിലേക്ക് പോവാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ തിയറീസ് പഠിച്ചു, മോഡൽസ് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കേണ്ടത് റേറ്റിംഗ് ഏജൻസീസ് ആണ്. ഏതൊക്കെയാണ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ റേറ്റിംഗ് ഏജൻസീസ് എന്നുള്ളതാണ് നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്രെഡിറ്റ് റേറ്റിംഗ് ഹാസ് ഡെവലപ്ഡ് എ മെത്തഡോളജി ഫോർ അസസിങ് കോർപ്പറേറ്റ് ഗവേണൻസ്. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ആ ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത് അറിയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തഡോളജി എന്ന് പറയുന്നത് എന്താണ്, ക്രെഡിറ്റ് റേറ്റിംഗ് ആണ്. Corporate governance is a relationship between the company's stockholders, its managers and other parties concerned to ensure the company's efficient performance. Corporate governance എന്താണെന്നൊക്കെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ് എന്താണ് ഈ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക. ആര് തമ്മിലാണ് ഈ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നത്, കമ്പനീസിൻ്റെ സ്റ്റോക്ക് ഹോൾഡേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മാനേജേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടീസ് ഈ കമ്പനിയുടെ എഫിഷ്യൻറ്റ് പെർഫോമൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പാർട്ടീസ് ആണെങ്കിൽ അവർ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. അവിടെ ഡയറക്ഷൻ, കൺട്രോളിങ് എന്ന് പറയുന്ന ആ ഒരു ഫങ്ഷനിങ് ആണ് ഈ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. Okay, corporate governance rating is an independent rating agency's opinion with regard to the existing company's corporate governance system. It is compliance with the interest of financially interested parties, primarily of its owners. ഈ റേറ്റിംഗിൻ്റെ ആവശ്യകത എന്താണ്, എന്തിനാണ് ഈ റേറ്റിംഗ് എന്ന് പറയുന്നത്? നമുക്കറിയാം ഈ വാല്യുവേഷനിൽ എത്ര വെയിറ്റേജ് കിട്ടിയിട്ടുണ്ട്. ഓരോ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെയും റേറ്റിംഗ് എന്ന് പറയുന്നത് അത് ഏത് റാങ്കിലാണ് അത് നിൽക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഫോളോ ചെയ്യുന്ന കാര്യത്തിൽ അതിൻ്റെ എഫിഷ്യൻസി, ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഈ കമ്പനി ഓർഗനൈസേഷന് അല്ലെങ്കിൽ ഈ കോർപ്പറേറ്റ് ഗവേണൻസിന് ഏത് പൊസിഷനാണ് എന്നുള്ളത് ഇൻഡിപെൻഡൻറ്റ് റേറ്റിംഗ് ഏജൻസിയുടെ ഒരു ഒപ്പീനിയൻ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ വാല്യുവേഷൻ നടത്തുന്നതും റേറ്റ് ചെയ്യുകയും. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇവിടെ അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത്, റെഗുലേഷൻസ്, ഫിനാൻഷ്യലി ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് ആവശ്യമായിട്ടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതിനുള്ള കംപ്ലയൻസ്, അതുപോലെ തന്നെ ഓണേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ, സെക്യൂരിറ്റി എന്ന് പറയുന്നത് എത്രത്തോളം അവർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനും സെക്യൂർ ചെയ്യാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ബേസിസിലാണ് ഇവാലുവേഷൻ നടത്തുന്നത്. The corporate governance rating allows for differentiation of companies in accordance with their corporate governance quality. അപ്പോൾ ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്താണ്, ഓരോ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ക്വാളിറ്റി
എന്ത് ബേസിസിൽ? ഗവർണൻസിൻ്റെ ബേസിസിൽ ഒരു ക്വാളിറ്റി ബേസിസിലുള്ള ഒരു ഡിഫറൻസിയേഷനാണ് ഇവിടെ റേറ്റിംഗ് ഏജൻസീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഓരോ കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെയും ക്വാളിറ്റി ബേസിസിൽ അവരെ തരംതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റേറ്റിംഗ് ഏജൻസീസ് എന്ന് പറയുന്നത് നിൽക്കുന്നത്. Different rating systems were introduced in order to rank companies such as the Governance Metrics International, that is GMI ratings, the Corporate Governance Quotient, that is CGQ, the Corporate Governance Score, that is CGS, of a standard, and Poor's and the Board Effective Rating, that is BER, the Corporate Library. These are the corporate governing ranking agencies. അപ്പോൾ ഏതൊക്കെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള റേറ്റിംഗ് സിസ്റ്റംസ് ഫോളോ ചെയ്യുന്ന റാങ്കിങ് കമ്പനീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള റേറ്റിംഗ് സിസ്റ്റം ഏതൊക്കെയാണ്? ആദ്യം പറഞ്ഞത് GMI, അതായത് ഗവേണൻസ് മെട്രിക്സ് ഇൻ്റർനാഷണൽ ആണ്. രണ്ടാമത് പറഞ്ഞത് ഏതാണ്? CGQ, ദറ്റ് ഈസ് കോർപ്പറേറ്റ് ഗവേണൻസ് കോഷ്യൻ്റ് എന്ന് പറയുന്നതാണ്. തേർഡായിട്ട് നമ്മൾ പറഞ്ഞ റേറ്റിംഗ് സിസ്റ്റം എന്താണ്? CGS ആണ്, കോർപ്പറേറ്റ് ഗവേണൻസ് സ്കോർ എന്ന് പറയുന്നതാണ്. നെക്സ്റ്റ് അത് സ്റ്റാൻഡേർഡും അതുപോലെ തന്നെ പുവേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഗവേണൻസ് സ്കോറാണ് CGS എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് BER ആണ്, അതായത് ബോർഡ് ഇഫക്റ്റീവ്നെസ് റേറ്റിംഗ്. ലാസ്റ്റ് വരുന്നത് TCL, ദറ്റ് ഈസ് ദ കോർപ്പറേറ്റ് ലൈബ്രറി. അപ്പോൾ ആ സിസ്റ്റം ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ, these CG rating, corporate governance ratings seem to concentrate on the following general categories. എന്തൊക്കെയാണ് ഈ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് റേറ്റിംഗ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ? ബോർഡ് ക്യാരക്ടറിസ്റ്റിക്സ്, ഓണർഷിപ്പ് സ്ട്രക്ചർ, കോമ്പൻസേഷൻ പ്ലാൻസ്, ആൻറ്റി ടേക്ക് ഓവർ ഡിവൈസസ്, ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷേഴ്സ്, ഇൻറ്റേർണൽ കൺട്രോൾസ്, ഡയറക്റ്റ് എഡ്യൂക്കേഷൻ. ഇത്രയും കാര്യങ്ങളാണ് CG റേറ്റിങ്ങിന് വേണ്ടിയിട്ട് അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇത് ഏതൊക്കെയാണോ ഞാൻ ഒന്നും കൂടിയും പറയാം. ബോർഡ് ക്യാരക്ടറിസ്റ്റിക്സ്, ഓണർഷിപ്പ് സ്ട്രക്ചർ, കോമ്പൻസേഷൻ പ്ലാൻസ്, ആൻറ്റി ടേക്ക് ഓവർ ഡിവൈസസ്, ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷർ, ഇൻറ്റേർണൽ കൺട്രോൾസ്, ഡയറക്ടർ എഡ്യൂക്കേഷൻ. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കോർപ്പറേറ്റ് ഗവേണൻസ് റേറ്റിംഗ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള സിസ്റ്റംസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവാലുവേറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ റാങ്ക് ചെയ്യുകയും ചെയ്യുന്നത്. The assessment of corporate governance is based upon information provided by the company rated as well as upon other information the agency has its disposal and is found reliable. അപ്പോൾ ഈ പറയുന്ന സിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം? റിലയബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ അത് കൺവീനിയൻ്റ് ആയിരിക്കണം, ഈസിലി അണ്ടർസ്റ്റുഡ് ആയിരിക്കണം. അപ്പോൾ അസസ്മെൻറ്റ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദ ഇൻഫോർമേഷൻ. അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ അസസ്മെൻ്റ് എന്ന് പറയുന്നത്, ഇവാലുവേഷൻ എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കണം? ദ ഇൻഫോർമേഷൻ പ്രൊവൈഡഡ് ബൈ ദ കമ്പനി റേറ്റഡ്. കമ്പനി എന്ത് ഇൻഫോർമേഷനാണോ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അസസ്മെൻ്റ് ആണ് ഇവിടെ നടക്കുന്നത്. ആസ് വെൽ ആസ് അപ്പോൺ അതർ ഇൻഫോർമേഷൻ ദ ഏജൻസി ഹാസ് ഇറ്റ്സ് ഡിസ്പോസൽ ആൻഡ് ഈസ് ഫൗണ്ട് റിലയബിൾ. അതുപോലെ തന്നെ ഈ ഏജൻസി എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ് ആ കോർപ്പറേറ്റ് ഗവേണൻസിനെ റിലേറ്റ് ചെയ്തിട്ട് കളക്ട് ചെയ്തിട്ടുള്ളത് അതിനെയും ബേസ് ചെയ്തിട്ടുള്ള ഒരു അസസ്മെൻ്റ് ആണ് ഇവിടെ നടക്കുന്നത്. Corporate governance rating may vary from A, the highest rating, to E, that is the lowest rating. അതായത് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് A ഗ്രേഡ് മുതൽ E ഗ്രേഡ് വരെ ആയിരിക്കും നിൽക്കുന്നത്. A എന്ന് പറയുന്നത് ഏറ്റവും ഹയസ്റ്റും E എന്ന് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഏതൊക്കെ റേഞ്ച് ഉണ്ടായിരിക്കും? A ആണ് ആദ്യം, E ആണ് അവസാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ളത് ഏതൊക്കെയാണ്? B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്. മൂന്നെണ്ണമാണ് ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നത്. അവരെ നമുക്ക് എന്തായിട്ട് പറയാം? ഇൻ്റർമീഡിയറ്റ് കാറ്റഗറീസ് എന്ന് പറയാം, അല്ലെങ്കിൽ മോഡിഫൈഡ് ബൈ പ്ലസ് ഓർ മൈനസ്, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തുകൊണ്ട് മോഡിഫൈ ചെയ്യേണ്ട കാറ്റഗറീസ് ആണ് ഏതൊക്കെ? ബിയും സിയും ഡിയും. അപ്പോൾ അസസ്മെൻറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത് എ തുടങ്ങി ഇ വരെയുള്ള കാറ്റഗറിയിൽ വരുന്നുണ്ട്. അതിൽ എ എന്ന് പറയുമ്പോൾ ഹയസ്റ്റും ഇ എന്ന് പറയുന്നത് ലോവസ്റ്റും ആണ്. അതിനിടയിൽ വരുന്ന ബിയും സിയും ഡിയും നമ്മൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു റാങ്കിങ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? മോഡിഫൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ്
കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ റേറ്റിംഗ് സിസ്റ്റം കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാതെ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാതെ ഇന്നത്തെ ടോപ്പിക്കിൽ റേറ്റിംഗ് ഏജൻസീസ് എന്ന് പറയുന്നത് ഒരു വൈഡ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ്. ഞാൻ മുഴുവൻ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ റേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നതാണ്. ഈ റേറ്റിംഗ് സിസ്റ്റം പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അതിൻ്റെ റേറ്റിംഗ് കാറ്റഗറി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ റേറ്റിംഗ് കാറ്റഗറി എന്ന് പറയുന്നത് എ തുടങ്ങിയിട്ട് ഇ വരെ വരുമെന്നും എ എന്ന് പറയുന്നത് ഹയസ്റ്റ് കാറ്റഗറി ആണെന്നും അതുപോലെ തന്നെ ഇ എന്ന് പറയുന്നത് ലോവസ്റ്റ് കാറ്റഗറി വരുന്നതും മോഡിഫിക്കേഷൻ വരേണ്ട കാറ്റഗറീസ് എന്ന് പറയുന്നത് ബിയും സിയും ഡിയും ആണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 കാറ്റഗറിയാണ് നമുക്ക് ഈ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ റേറ്റിംഗ് സിസ്റ്റത്തിൽ പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ബോർഡ് സ്ട്രക്ചർ ആൻഡ് ദ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നതാണ്. ദ സ്ട്രക്ചർ ഓഫ് ദ ബോർഡ് ആൻഡ് എക്സിക്യൂട്ടീവ്സ് ഓഫ് എ കമ്പനി ഈസ് എ ഗുഡ് ഇൻഡിക്കേറ്റർ ഓഫ് ഇഫക്റ്റീവ് കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസ് ഇഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ എഫിഷ്യൻ്റായിട്ട് നടത്താനായിട്ട് പറ്റുന്ന ആർക്കാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സ് ഓഫ് എ കമ്പനിയാണ് ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇഫക്റ്റീവായിട്ടുള്ള കോർപ്പറേറ്റ് ഗവേണൻസ് നടപ്പിലാക്കുന്നത്. ഇൻഡിപെൻഡൻസ് ഓഫ് ബോർഡ് മെമ്പേഴ്സ്, ബോർഡ് സൈസ്, board attendance, directors serving on boards of other companies, composition of audit, nomination and compensation committees, annual election of the board of directors, disclosure of corporate governance guidelines and code of conduct and ethics are some of the factors considered to evaluate the structure and accountability of the board of directors. അപ്പോൾ അതിൽ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോർഡ് സ്ട്രക്ചർ ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നതാണ്. അപ്പോൾ സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. ബോർഡും എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സ് ഓഫ് എ കമ്പനി എന്ന് പറയുന്നതാണ് മെയിൻ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ്. ഇനി ഇവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ്? അതിൻ്റെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് വെരിഫൈ ചെയ്യുകയും റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്യുന്നത്. ഇൻഡിപെൻഡൻസ് ഓഫ് ബോർഡ് മെമ്പേഴ്സ്, അതുപോലെ തന്നെ ബോർഡിൻ്റെ സൈസ്, ബോർഡിൽ എത്ര മെമ്പേഴ്സാണ് അറ്റൻഡൻസ് കീപ്പ് ചെയ്യുന്നത്, ഡയറക്ടേഴ്സ് ഒരു ബോർഡ് എന്ന് പറയുന്നതിൽ എന്തൊക്കെ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഓഡിറ്റ് എന്ന് പറയുന്നതിൻ്റെ കോമ്പോസിഷനും നോമിനേഷൻ കോമ്പൻസേഷൻ കമ്മിറ്റീസിൻ്റെ പ്രവർത്തനങ്ങൾ, ആനുവൽ ഇലക്ഷൻ ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്, കോർപ്പറേറ്റ് ഗവേണൻസ് ഗൈഡ് ലൈൻസിൻ്റെ ഡിസ്ക്ലോഷേഴ്സ്, കോഡ് ഓഫ് കണ്ടക്റ്റ്, അതുപോലെ തന്നെ ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ എത്തിക്സ് എന്ന് പറയുന്നത് ഇത്രയും ഫാക്ടേഴ്സിനെ വിലയിരുത്തിക്കൊണ്ടാണ് ആ ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് വെരിഫൈ ചെയ്യുന്നത്. Rating agencies evaluate firms with more independent board members higher than firms with less independent board members. ഇവിടെ റേറ്റിംഗ് ഏജൻസീസ് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത് ആർക്കാണ്? ഇവാലുവേറ്റ് ഫേംസ് മോർ ഇൻഡിപെൻഡൻറ്റ് ബോർഡ് മെമ്പേഴ്സ്, മോർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ബോർഡ് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കാണ് ഹൈ റേറ്റിംഗ് കൊടുക്കുന്നത്. ഏതിനേക്കാൾ? ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ബോർഡ് മെമ്പേഴ്സ് കുറവാണ് എന്നുണ്ടെങ്കിൽ അവിടെ കൂടുതലായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്നില്ല. അപ്പോൾ റേറ്റിംഗ് ഏജൻസീസ് ഏറ്റവും കൂടുതലും മുൻതൂക്കം കൊടുക്കുന്നത് ബോർഡ് മെമ്പേഴ്സ് എങ്ങനെയുള്ളതാണെങ്കിലാണ് ഇൻഡിപെൻഡൻറ്റ് ബോർഡ് മെമ്പേഴ്സാണ്. ഇൻഡിപെൻഡൻറ്റ് ബോർഡ് മെമ്പേഴ്സ് ആരാണെന്നുള്ളതൊക്കെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഡിപെൻഡൻറ്റ് ബോർഡ് മെമ്പേഴ്സ് മേ ബി മോർ ക്രിട്ടിക്കൽ ടുവേർഡ്സ് എത്തിക്കൽ ആൻഡ് ഫ്രോഡ് ഇഷ്യൂസ് ആസ് വെൽ ആസ് റീസ്ട്രക്ചറിങ് ആക്ടിവിറ്റീസ് ദാൻ ഇൻഡിപെൻഡൻറ്റ് മെമ്പേഴ്സ്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ബോർഡ് മെമ്പേഴ്സ് ആണെങ്കിൽ അവർ കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നത് എന്തായിരിക്കും? മേ ബി മോർ ക്രിറ്റിക്കൽ ടുവേർഡ്സ് എത്തിക്കൽ ആൻഡ് ഫ്രോഡ് ഇഷ്യൂ. എത്തിക്കലായിട്ടുള്ളതും അതുപോലെ തന്നെ ഫ്രോഡ് ഇഷ്യൂസ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് എൻകറേജ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ സ്ട്രക്ചറിങ് ആക്ടിവിറ്റീസ്, റീസ്ട്രക്ചറിങ് ആക്ടിവിറ്റീസ് ദാൻ ഡിപ്പെൻഡൻറ്റ് മെമ്പേഴ്സ്. ഡിപ്പെൻഡൻറ്റ് മെമ്പേഴ്സിനേക്കാളും കൂടുതലായിട്ട് റീസ്ട്രക്ചറിങ് ആക്ടിവിറ്റീസിന് ആര് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? ഇൻഡിപെൻഡൻറ്റ് ബോർഡ് മെമ്പേഴ്സിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. More disclosure of corporate governance guidelines, code of conduct and ethics by a firm generally means a higher ranking. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഗൈഡ് ലൈൻസ് എങ്ങനെയാണ് കംപ്ലൈ ചെയ്യുന്നത്,
ആ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നതും എത്തിക്സ് എന്ന് പറയുന്നതും എങ്ങനെയുള്ളതാണ്, അതിൻ്റെ ബേസിസിൽ ഹയർ റാങ്കിങ് കൊടുക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് കാറ്റഗറിയിൽ പറയുന്നത് ബോർഡ് സ്ട്രക്ചറും അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി ആണ്. ബോർഡ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്നത് സ്ട്രക്ചർ ഓഫ് ദ ബോർഡ് ആൻഡ് എക്സിക്യൂട്ടീവ്സ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആരൊക്കെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആരൊക്കെയാണ്, അതാണ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഇഫക്റ്റീവ്നെസ്സിനുള്ള മെയിൻ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നതിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് ആ ബോർഡിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ്, ആ ബോർഡിൻ്റെ സൈസ്, അറ്റൻഡൻസ്, അതുപോലെ തന്നെ അതിൻ്റെ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നതും എങ്ങനെയാണ് എലക്ഷൻ നടത്തുന്നത്, മീറ്റിംഗ് നടക്കുന്നത്, നോമിനേഷൻ കോമ്പൻസേഷൻ കമ്മിറ്റീസ് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് അതുപോലെയാണ്. അതുപോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഇൻഡിപെൻഡൻറ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കുറവാണെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു റാങ്കിങ് അവിടെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കമ്പനിയുടെ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നതും കോഡ് ഓഫ് കണ്ടക്റ്റും എത്തിക്സിനെയും ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടാണ് റാങ്കിങ് എന്ന് പറയുന്നത് ചെയ്യുന്നത്. രണ്ടാമത്തെ കാറ്റഗറി പറയുന്നത് എക്സിക്യൂട്ടീവ്സ് ആൻഡ് ഡയറക്ടർ കോമ്പൻസേഷൻ. എക്സിക്യൂട്ടീവ്സിൻ്റെയും അതുപോലെ തന്നെ ഡയറക്ടേഴ്സിൻ്റെയും കോമ്പൻസേഷനെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് റേറ്റിംഗ് സിസ്റ്റം ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ്. Form of compensation, performance evaluation criteria, shareholder approval of compensation policy, pension plans, option repricing policy, directors and executives are subject to stock ownership guidelines, presence of company loans to employees are considered for evaluation. ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഇഫക്റ്റീവ്നെസ് റാങ്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റേറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നോക്കുന്ന കാര്യങ്ങൾ കോമ്പൻസേഷൻ എങ്ങനെയാണ് ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്, പെർഫോമൻസ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ കോമ്പൻസേഷൻ പോളിസിയിൽ എങ്ങനെയാണ് എക്വയർ ചെയ്യുന്നത്, പെൻഷൻ പ്ലാൻസ്, ഓപ്ഷൻ റീപ്രൈസിങ് പോളിസീസ് എങ്ങനെയാണ് ഫ്രെയിംവർക്കിൽ ഉണ്ടാക്കിയിട്ടുള്ളത്, ഡയറക്ടേഴ്സ് ആൻഡ് എക്സിക്യൂട്ടീവ്സ് സ്റ്റോക്ക് ഓണർഷിപ്പ് ഗൈഡ് ലൈൻസ് എങ്ങനെയാണ് കംപ്ലൈ ചെയ്യുന്നത്, കമ്പനിയുടെ ലോൺസ് എന്ന് പറയുന്നത് എംപ്ലോയീസിന് കൊടുക്കുന്നതിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ പ്രസൻറ്റ് പൊസിഷൻ. ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് കാറ്റഗറിയിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. When long-term compensation is connected to shareholder returns, then it is considered good governance. Long-term compensation എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേണിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്, ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ലോങ് ടേം കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. അത് ഗുഡ് ഗവേണൻസ് ആയിട്ട് എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യും. Recently, many chief executive officers' salaries are very high and their compensation plans include bonus and variable pays in form of stock and സ്റ്റോക്ക് ഓപ്ഷൻസ്. അതുപോലെ തന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിൻ്റെ സാലറീസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതോടൊപ്പം തന്നെ കോമ്പൻസേഷൻ പ്ലാൻസ് എന്ന് പറയുന്നതിൽ ബോണസും അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റു തരത്തിലുള്ള പെർക്വിസിറ്റ്സ് പേ ചെയ്യുന്നതും കൂടിയും കൺസിഡർ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെങ്കിൽ ഇൻ ദ ഫോം ഓഫ് സ്റ്റോക്ക് ആൻഡ് സ്റ്റോക്ക് ഓപ്ഷൻസ്. സ്റ്റോക്കിൻ്റെയും സ്റ്റോക്ക് ഓപ്ഷൻ്റെ കേസിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് മാത്രമാണ് ഈ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിൻ്റെ സാലറി എന്ന് പറയുന്നതും കൂടിയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സച്ച് കണ്ടീഷൻസ് ആർ എ റെസിപ്റ്റ് ഫോർ ബാഡ് ഗവർണൻസ്. അങ്ങനെ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിൻ്റെ കോമ്പൻസേഷനും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത് അതൊരിക്കലും എന്തായിട്ട് പറയുന്നില്ല, നല്ല ഗവേണൻസ് ആയിട്ട് പറയുന്നില്ല. അപ്പോൾ സെക്കൻഡ് കാറ്റഗറിയിലെ ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ്സ് ആൻഡ് ഡയറക്ടേഴ്സ് കോമ്പൻസേഷൻ്റെ ബേസിസിലാണ്. അതിൽ കോമ്പൻസേഷൻ എന്ന് പറയുന്നതും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസ്, ഇവാലുവേഷൻ, അപ്രൂവൽ, പെൻഷൻ സ്കീം, റീപ്രൈസിങ്ങിൻ്റെ ഓപ്ഷൻ പോളിസീസ്, ഡയറക്ടേഴ്സ് ആൻഡ് എക്സിക്യൂട്ടീവ്സിൻ്റെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്ന സിസ്റ്റം, എംപ്ലോയീസിന് ലോൺ കൊടുക്കുന്നത്, ഇതൊക്കെയാണ് സെക്കൻഡ് കാറ്റഗറിയിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. എന്നുണ്ടെങ്കിലും ലോങ് ടേം കോമ്പൻസേഷൻ ഉണ്ടെങ്കിൽ അത് നല്ലൊരു ഗവേണൻസ് ആയിട്ട്, ഗുഡ് ഗവേണൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുകയും അതേസമയം സിഇഒൻ്റെ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് സാലറിയോ ബോണസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബാഡ് ഗവേണൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്.
ഇനി തേർഡ് കാറ്റഗറിയിൽ വരുന്നത് ഓഡിറ്റ് കമ്മിറ്റിയാണ്. ദ വെരി ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ ഇൻ ദിസ് കാറ്റഗറി ഈസ് ദ ഓഡിറ്റ് കമ്മിറ്റി. അപ്പോൾ ഓഡിറ്റ് കമ്മിറ്റിയുടെ ഇവാലുവേഷൻ അല്ലെങ്കിൽ എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി എന്ന് പറയുന്നത് റേറ്റിംഗ് സിസ്റ്റത്തിൽ ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ റേറ്റിംഗ് സിസ്റ്റം ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റി, ഇറ്റ്സ് എ മാൻഡേറ്റ് and its authority, independence of the members of the audit committee and their discussion of financial issues on a regular basis with the external auditor are the factors to be considered in this category. അപ്പോൾ ഇവിടുത്തെ റേറ്റിംഗ് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് നല്ലതാണോ എന്നുള്ളത് റാങ്ക് ചെയ്യാനായിട്ട് നോക്കുന്നത്? ഒരു ഓഡിറ്റ് കമ്മിറ്റീനെ എങ്ങനെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്, അവിടെ മാൻഡേറ്ററി ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ആ ഒരു ഓഡിറ്ററുടെ അതോറിറ്റി അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, ആ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണോ, ഓഡിറ്റ് കമ്മിറ്റീസ് എന്ന് പറയുന്നത് റെഗുലർ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ മാറ്റേഴ്സിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ നടത്തുന്നുണ്ടോ, ഫിനാൻഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സിന് കറക്റ്റായിട്ട് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ കൂടുതലായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓഡിറ്റ് കമ്മിറ്റിയുടെ ഒരു എഫിഷ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ടും ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഫോർത്ത് കാറ്റഗറിയിലുള്ള ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ് ആൻഡ് ടേക്ക് ഓവർ പ്രാക്ടീസ്. എന്തൊക്കെയാണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ്സ്, എങ്ങനെയൊക്കെയാണ് ഒരു സ്ഥാപനം മറ്റുള്ള സ്ഥാപനങ്ങളെ ടേക്ക് ഓവർ ചെയ്യുന്നത്? One share, one vote system, a simple majority vote of shareholders is required to amend the charter or bylaws. Shareholders may call special meetings, shareholders may act by written consent, etc. are the issues considered in this category. അപ്പോൾ ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഇഫക്റ്റീവ്നെസ് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്തിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ്? വൺ ഷെയർ വൺ വോട്ട് സിസ്റ്റം, അതുപോലെ തന്നെ സിമ്പിൾ മെജോറിറ്റി വോട്ട് ആണ് ഷെയർ ഹോൾഡേഴ്സിന് റിക്വയർഡ് ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ സ്പെഷ്യൽ മീറ്റിംഗ്സിൽ അവരുടെ ഒരു പ്രസൻസ് എന്ന് പറയുന്നതും റിട്ടേൺ കൺസെൻറ്റ് ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം, അതുപോലെ തന്നെ ഓരോ കാറ്റഗറിയിലും ഇഷ്യൂവിൻ്റെ ബേസിസിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നതും കൂടി മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് റേറ്റ് ചെയ്യുന്നത്. ടേക്ക് ഓവർ ഈസ് ദ മെക്കാനിസം ടു കൺട്രോൾ എൻ്റർപ്രൈസ്. ഒരു എൻ്റർപ്രൈസസിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മെക്കാനിസം റീസെൻ്റായിട്ട് ഉപയോഗിക്കുന്നതാണ് ടേക്ക് ഓവറിംഗ് സിസ്റ്റം. ദ റേറ്റിംഗ് ഓഫ് ദിസ് കാറ്റഗറി ഈസ് ബേസ്ഡ് ഓൺ ദ പബ്ലിക് ഡാറ്റ വിച്ച് റെയർലി റെപ്രസെൻറ്റ് ദിസ് ആക്ടിവിറ്റി. ഇവിടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കേസിലും ടേക്ക് ഓവർ പ്രാക്ടീസ് എന്ന് പറയുന്നതും റേറ്റ് ചെയ്യുന്നത്, ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് റേറ്റ് ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? ഔട്ട്സൈഡിൽ നിന്ന് പബ്ലിക് ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ എഫിഷ്യൻസി അല്ലെങ്കിൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത് ചെയ്യുന്നത്. It is difficult to rate enterprise based on the assumption that it never took place, that is taken over did not happen. ഒരു taken over എന്ന് പറയുന്നത് ഒരിക്കലും എടുക്കില്ല എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് എപ്പോൾ വേണമെങ്കിലും ടേക്ക് ഓവർ എന്ന് പറയുന്നത് സംഭവിക്കാം എന്നൊരു അസംഷനിലാണ്, ആ ഒരു ബേസ് ഇട്ടുകൊണ്ടാണ് ഇവിടെ റേറ്റിംഗ് എന്ന് പറയുന്നത് ചെയ്യുന്നത്. അപ്പോൾ ഫോർത്ത് കാറ്റഗറിയിൽ ഷെയർ ഹോൾഡേഴ്സ് റൈറ്റും ടേക്ക് ഓവർ പ്രാക്ടീസ് എന്ന് പറയുന്നതിനെ പബ്ലിക് ഡാറ്റയിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് ആണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് നടത്തുന്നത്. അവിടെ കൂടുതലായിട്ട് വോട്ടിംഗ് റൈറ്റ്സ് അല്ലെങ്കിൽ വോട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഓരോ മീറ്റിങ്ങിലുള്ള അവരുടെ പാർട്ടിസിപ്പേഷൻ, അവരുടെ എത്രത്തോളം കൺസെൻ്റ് ഉണ്ട് എന്ന് പറയുന്ന ഒരു ബേസിസിൽ നിന്നുകൊണ്ടാണ് ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഗുഡ്നെസ് എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടേക്ക് ഓവർ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരിക്കൽ സംഭവിക്കുമെന്ന് പറയുന്ന ഒരു അസംഷനിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് കാറ്റഗറിയുടെ ബേസിസിൽ ഒരു കോർപ്പറേറ്റ് ഗവേണൻസിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. 4 കാറ്റഗറിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് വണ്ണിൽ ബോർഡ് സ്ട്രക്ചർ ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്, ബോർഡ് സ്ട്രക്ചറിൽ എത്ര ഇൻഡിപെൻഡൻറ്റ് ബോർഡ് ഡയറക്ടേഴ്സ് ഉണ്ട്, ബോർഡ് മെമ്പേഴ്സ് ഉണ്ട്, അതിൻ്റെ ബേസിസിലും അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ് ആ ബോർഡ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ സ്ട്രക്ചർ നിൽക്കുന്നത്, അതിൽ പറയുന്ന എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള ബേസിസിൽ. സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നത് എക്സിക്യൂട്ടീവ് ആൻഡ് ഡയറക്ടേഴ്സിൻ്റെ കോമ്പൻസേഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു ബേസിസിലാണ്. ലോങ് ടേം കോമ്പൻസേഷൻ ആണ് എന്നുണ്ടെങ്കിൽ
നല്ല കോർപ്പറേറ്റ് ഗവേണൻസും അത് കുറവാണെങ്കിൽ കുറവായിട്ടുള്ള ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ സിഇഒൻ്റെ കോമ്പൻസേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കോർപ്പറേറ്റ് ഗവേണൻസ് നല്ലതായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നില്ല. തേർഡ് കാറ്റഗറിയിൽ നോക്കുന്നത് ഓഡിറ്റ് കമ്മിറ്റീസിൻ്റെ ഇവാലുവേഷൻ ആണ്. അതായത് അവരുടെ അപ്പോയിൻമെൻറ്റ്, അവരുടെ അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അതുപോലെ തന്നെ അവരെങ്ങനെയൊക്കെയാണ് ഫിനാൻഷ്യൽ റിസൾട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസിൽ ഇൻവോൾവ് ആകുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇവാലുവേഷൻ ആണ് കാറ്റഗറി 3യിൽ പറയുന്നത്. ലാസ്റ്റ് കാറ്റഗറിയിൽ പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ്, അതുപോലെ തന്നെ ടേക്ക് ഓവർ പ്രാക്ടീസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ റേറ്റിംഗ് സിസ്റ്റം നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോയി 2 ടോപ്പിക്കാണ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻസൈഡർ ട്രേഡിങ്ങിലുള്ള നമ്മളുടെ അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫോർമേഷനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ റേറ്റിംഗ് ഏജൻസീസ് എന്ന് പറയുന്നതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ, അതിൻ്റെ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ്, കാറ്റഗറീസ്, ഏതൊക്കെയാണ് റേറ്റിംഗ് സിസ്റ്റം ഏജൻസീസ് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇന്നത്തെ അസൈൻമെൻറ്റ് ഞാൻ പറയുകയാണ്. പേജ് നമ്പർ 109 56ാമത്തെ ഒരു അസൈൻമെൻറ്റാണ് നിങ്ങൾക്ക് ഇന്ന് തരുന്നത്. തരുൺ ഖന്നയുടെ ഒരു സ്റ്റഡിയെ കുറിച്ചിട്ട്, അതായത് ബിസിനസ് ഗ്രൂപ്പ്സ് ഇൻ എമർജിങ് മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡി നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയും അതിനെക്കുറിച്ചിട്ട് ഒരു ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുകയും റിവ്യൂ എഴുതുകയുമാണ് ഇന്നത്തെ ഒരു ഹോംവർക്കായിട്ട് തരുന്നത്. എല്ലാ സ്റ്റുഡൻസും അത് കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യണം. അതോടൊപ്പം തന്നെ വായിക്കാനും അറിവ് സമ്പാദിക്കാനും നോക്കണമെന്നുള്ളൊരു റിക്വസ്റ്റോടുകൂടി ഇന്നത്തെ ക്ലാസ് ഞാൻ സമ്മറൈസ് ചെയ്യാണ്. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.